ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ അഡ്വൻസ് ആഗമന കാലഘട്ടത്തിൽ നമ്മൾ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ രഹസ്യങ്ങളോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെയും കൂടെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങൾക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഞങ്ങളിവിടെ വളരെ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴിതാ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആ ഖണ്ഡികയിലെ ഏറ്റവും അവസാനത്തെ വാക്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണ്. ആ വാക്യം മേളിൽ ചിന്തിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, അത് വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുകയായിരുന്നു. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ഈ പുതിയ ഉടമ്പടിയെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു തിരിച്ചറിവാണ് ഈ വാക്യത്തിലൂടെ ലഭിക്കുന്നത്. നമ്മെ നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ചാട്ടെ. 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അച്ചാരം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തു. പഴയ ഉടമ്പടി നമുക്കറിയാം, പഴയ നിയമം എന്ന് പറയുന്നത് തന്നെ 10 കൽപ്പനകളായിരുന്നു. കല്ലിൽ എഴുതിയ കൽപ്പനയായിരുന്നു മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ശ്രമമായിരുന്നു പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കണ്ടത്. പലതും വിഫല ശ്രമങ്ങളായിരുന്നു. മനുഷ്യനത് കഴിഞ്ഞിരുന്നില്ല. കൽപ്പന നല്ലതല്ലാഞ്ഞിട്ടല്ല, കൽപ്പന സ്വീകരിച്ച മനുഷ്യൻ നല്ലതല്ലാഞ്ഞിട്ടാണ്. കൽപ്പന ശക്തവും മനുഷ്യൻ അശക്തനുമായിരുന്നു. അതുകൊണ്ടാണ് കൽപ്പനാനുസരണത്തിലൂടെ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയാഞ്ഞത്. നമുക്കത് അറിയാമല്ലോ. പക്ഷെ പുതിയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ആത്മാവിൻ്റെ നിയമമാണ്. ആത്മാവിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ഇതേക്കുറിച്ച് റോമാലേഖനം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും, പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൽ ഭയങ്കര വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നല്ല ശതമാനം പേര് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ധരിച്ചു വച്ചിരിക്കുന്നത് ഇന്നും ഏതൊക്കെയോ നിബന്ധനകൾ അല്ലെങ്കിൽ കുറേ നിയമാവലികളാണ് നമ്മെ നടത്തുന്നതെന്നാണ്. അല്ല, ഇന്ന് നമ്മെ നയിക്കുന്നത് ഒരു നിയമാവലിയുമല്ല. ഇന്ന് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാലാണ് നമ്മൾ നിയമം അനുസരിക്കുന്നത്. ഇന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ കൽപ്പനകളും നമ്മളിൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള നമ്മുടെ സഹകരണത്തിലൂടെയാണ്. എത്രത്തോളം പരിശുദ്ധാത്മാവിനോട് നാം സഹകരിക്കുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവിലുള്ള ജീവിതവും നമുക്ക് സാധ്യമാവുകയാണ്. അതുതന്നെയാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കുകയും പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മെ മുദ്രിതരാക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, മുദ്രിതരാക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്താ ചെയ്തത്? നമ്മുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു. ഈ ഉള്ളത്തിലേക്ക് അയച്ച അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ ആ ഉള്ളത്തിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിനെ കേൾക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കാണുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ കൂദാശ ജീവിതം അല്ലെങ്കിൽ സഭാത്മക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സന്ദർഭങ്ങളിലും ഇതിലേക്ക് വരാൻ കഴിയാതെ എത്തി നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നമ്മളാകാറുണ്ട്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ജീവിത ശൈലിയിലേക്ക് വരുവാനായിട്ട്. ഏതാണ് ആ ജീവിത ശൈലി എന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലല്ല വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് അയച്ചിരിക്കുക. So there is an internal power in us to control us. നമ്മെ നിയന്ത്രിക്കാൻ നമ്മിൽ തന്നെ ഒരാന്തരികമായ ശക്തിയെ തന്നിരിക്കുകയാണ്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മിൽ തന്നെ ഒരു ശക്തിയുണ്ട്. അതിനെയാണ് നമ്മൾ ഈ വിൽ പവർ എന്നൊക്കെ വിളിക്കുന്നത്, ഇച്ഛാശക്തി എന്നൊക്കെ വിളിക്കുന്നത്. ഇച്ഛാശക്തി ഉണ്ട്. ഇച്ഛാശക്തി വളരെ ഫലപ്രദവുമാണ് കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത് ഇച്ഛാശക്തിയിൽ അധിഷ്ഠിതമായ ആ ശക്തിയിൽ തന്നെയാണ്, വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഇച്ഛാശക്തിക്കപ്പുറത്ത് ക്രൈസ്തവൻ്റെ ഉള്ളിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അമൂല്യമായ ദാനം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ജീവിതമാണ്. അവിടെയാണ് വാസ്തവത്തിൽ എന്താണ്, ഏതിലേക്കാണ് ഈശോ നമ്മെ നയിച്ചിരിക്കുന്നതെന്ന്, എന്താണ് ഈശോയിലുള്ള ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാനും കഴിയും. അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മാവിനെ, അങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിനെ ആഴമായി പകരുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്ന ആത്മാവിനാലാണ് ഈശോയോടുള്ള സ്നേഹത്തിലുള്ള ജീവിതം വാസ്തവമായിട്ട് ആരംഭിക്കുന്നത്. ഇത് ഏതെങ്കിലും പ്രസംഗങ്ങളെയോ അല്ലെങ്കിൽ പ്രാസംഗികരെയോ ധ്യാന ഗുരുക്കളെയോ വ്യക്തികളെ അധിഷ്ഠിതമാക്കി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതമേ അല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായ, അതാണ് ഈ വചനത്തിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി 22-ാമത്തെ വചനം, അവിടുന്ന് തമ്മിൽ തന്നെ മുദ്ര പതിപ്പിക്കുക, അചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. ഹി ഹാസ് സെൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ് ഇൻ ടു അവർ ഹാർട്ട്സ്. that Holy Spirit only helping us to live a holy life before. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവത്തിന് മുമ്പാകെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ശക്തി നൽകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഈ ജീവിതം തന്നെ പരിശുദ്ധാത്മബന്ധിതമാണ്. ഷാലോം ടെലിവിഷനിലൂടെ ഇന്ന് ബുധനാഴ്ച തോറുമുള്ള ഈ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിൽ പങ്കാളികളാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സീസണിൽ പരിശുദ്ധാത്മ നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മ എങ്ങനെ തൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിന് തുറവി കൊടുത്തോ അല്ലെങ്കിൽ സ്വീകാര്യം കൊടുത്തോ, അതുപോലെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അനുസരിച്ച് നടക്കുന്ന ഒരാളുടെ വിജയത്തിൻ്റെ തെളിവാണ് ആ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ. ക്രിസ്മസിൻ്റെ സന്ദേശം അമ്മ ഇതാ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിൻ്റെ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് അറിയിച്ചപ്പോൾ അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിവർത്തിയ. അവിടെ ട്രിനിറ്റേറിയൻ, ത്രിയേക ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടാവുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ സജീവമാവുകയാണ്. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരികയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മേൽ വന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മിലേക്കും വരുന്നത്. പക്ഷേ രണ്ട് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായി പരിശുദ്ധാത്മാവിനാൽ, നമ്മിലാകട്ടെ നമ്മുടെ ആത്മാവിൽ ഉരുവായ ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ വളർത്തുകയും നാം വളരുകയും ക്രിസ്തു തന്നെ നമ്മിൽ വളരുകയും ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ ജീവിതം, ഈ ക്രിസ്മസ് സീസണിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ ആഗമന കാലത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മപൂരിതരാവുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മപൂരിതയായ പരിശുദ്ധ അമ്മയുടെ ജീവിതം, പരിശുദ്ധാത്മപൂരിതയായ വ്യക്തികളുടെ ജീവിതം, പരിശുദ്ധാത്മപൂരിതരാകുന്ന സമൂഹത്തിൻ്റെ സഭാത്മക ജീവിതം, കുദാശ, എല്ലാത്തിനും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഹൃദയത്തിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിനെയാണ്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു, സ്ഥിരമായിട്ട് വസിക്കാൻ ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ലോർഡ്, യു ബ്ലെസ് us with the permanent spirit. ഒരു സ്ഥിരമായ ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. ദാവീദിൻ്റെയൊക്കെ പ്രാർത്ഥന സങ്കീർത്തനത്തെ വായിച്ചിട്ടില്ലേ? ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് തരണേ. ഒരു പെർമനൻ്റായിട്ട് ഒരു വസിക്കുന്ന ഒരു അഭിഷേകം. എന്താ കാര്യം? സിംഹം വരുമ്പോഴത്തേക്കും സിംഹത്തെ വലിച്ചു കീറാൻ, കരടി വരുമ്പോൾ കരടിയെ വലിച്ചു കീറാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വരും. ആ പ്രവൃത്തി കഴിയുമ്പോഴത്തേക്കും അത് തിരികെ പോകും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, കോട്ടയിടിക്കാൻ പരിശുദ്ധാത്മാവ് ആവസിക്കും. ഒരു പ്രവൃത്തിക്ക് വേണ്ടി ആ പ്രവൃത്തി തികച്ചു കഴിയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകും. ആരിലും പരിശുദ്ധാത്മാവ് വസിക്കുകയോ വസിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുക, എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുന്ന സഹായകനാണ് വരാൻ പോകുന്നത്. എങ്ങനെ എന്നേക്കും നിങ്ങളോടുകൂടി, he will be with you forever and ever. എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. അവിടെയാണ് വാസ്തവത്തിലുള്ള ഈശോയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നത് കരടിയെ കീറിയച്ചോ, സിംഹത്തെ കീറിയച്ചോ, കോട്ടയിടിച്ചോ, സൈന്യത്തെ ജയിച്ചോ, വാളിനെ ജയിച്ചോ, സിംഹക്കുഴിയിൽ നിന്ന് കരകയറിയിട്ടോ തിരിച്ചു പോകാൻ വേണ്ടിയല്ല. ഹോളി സ്പിരിറ്റ് ഈസ് ഡ്വെല്ലിംഗ് us
പെർമനൻ്റ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ സ്ഥിരമായി ആവസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം കണ്ടില്ലേ? തൻ്റെ മുദ്ര പതിപ്പിക്കുക അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുക. ആ പകരുക എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം നിറവിൽ നിന്ന് ഒരിക്കലും വറ്റാത്ത ഒരു പകരുകയാണ്. ഒന്നിൽ നിന്ന് കോരി ഒഴിക്കുകയാണ്. ഏതിൽ നിന്നാണ് കോരി ഒഴിച്ചിരിക്കുന്നത്? കൊളോസ്സോസ് ലേഖനം പറയാം, അവിടുത്തെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും അപ്പോൾ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, അതിൽ ഏറ്റവും അവസാനം പറയുന്നത് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. പിതാവിൻ്റെ സ്നേഹമാണ്, പുത്രൻ്റെ കൃപയാണ്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയാൻ കാര്യം എന്താണ്? കൂട്ടായ്മ എപ്പോഴാണ് ഉണ്ടാകുന്നത്? രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് കൂട്ടായ്മ. രണ്ടുപേരും ഒരേ മനസ്സോടെ, കൊയിനോനിയ എന്ന് പറയും. കൊയിനോനിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരേ മനസ്സുള്ളവർ ഒന്നിച്ച് കൂടുക, ഒന്നിച്ച് സംസാരിക്കുക, ഒന്നിച്ച് വ്യാപൃതരാവുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. വാസ്തവമായി കൂട്ടായ്മ നമുക്ക് സംജാതമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ഇന്ന് ദിവസത്തിൽ പ്രത്യേകിച്ച് ഷാലോം ടി വിയിലൂടെ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ വീക്ഷിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും ഈ പുതുവർഷത്തിലേക്ക് വ്യക്തിപരമായി എന്നെ ഒരുക്കണേ, എൻ്റെ വീടിനെ ഒരുക്കണേ, എൻ്റെ സഭയെ ഒരുക്കണേ. ഞാൻ പോകുന്ന ഇടത്തെല്ലാം ഒരു സുഗന്ധം എങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നൊരു സ്രോതസ്സിൽ നിന്ന് പടരുന്നോ അതുപോലെ പരിശുദ്ധാത്മാവ് ഞാൻ പോകുന്ന എല്ലായിടത്തും ചലിക്കുകയും വ്യാപരിക്കുകയും ചെയ്യേണ്ടതിന് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആ പ്രാർത്ഥന നമ്മൾ ഒന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടലുണ്ടാകും. 2023 ഏതിൻ്റെ വർഷമാണ്, എന്തിൻ്റെ വർഷമാണെന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക. എന്താ ബ്രദർ 2023 സംഭവിക്കാം? 2023 സഭയുടെ വർഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭിന്നിച്ചും തമ്മിലടിച്ചും വഴക്കുണ്ടാക്കിയും വഴക്കാളികളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞു നിൽക്കുന്ന ഈ സഭയിൽപ്പെട്ടവരുടെ എങ്ങനെ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഭിന്നിപ്പും വഴക്കാളിത്തരവും എല്ലാത്തിനും കാരണം എന്താണെന്നറിയോ? ഇതൊന്നിച്ച് നിന്നാൽ ശത്രുവിൻ്റെ തല തകർക്കപ്പെടും. പാതാള ശക്തികൾക്ക് അതിജീവിക്കാനും അതിർലംഘിക്കാനും കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഭിന്നതയും ഈ വഴക്കാളിത്തരവും ഒക്കെ വഴക്കുമൊക്കെ ഇതിനിടയിൽ വരുന്നത്. ഏതിനെ ചൊല്ലിയാണെങ്കിലും ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കുക, ഐക്യതയ്ക്ക് വേണ്ടി നിൽക്കുക. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഒന്ന് ആക്റ്റീവ് ആകട്ടെ. ഹല്ലേലൂയ. ഓരോ കൂദാശകളും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ ഉപാധികളാണെന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞത്. എന്താ? ഓരോ ഈച്ച് സക്രമെന്റ്സ് ആർ ദി സോഴ്സ് ഓഫ് ദ ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിൻ്റെ ഉറവിടങ്ങളാണ് കൂദാശകൾ എന്ന് പറഞ്ഞാൽ ഓരോ കൂദാശകളിലൂടെയും നമ്മിലേക്ക് അനിർവചനീയമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ഇറങ്ങി വരുന്നത്. അനിർവചനീയമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അപ്പോൾ നമുക്ക് ഈ വചനത്തോട് ചേർന്ന് നമ്മെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു അല്ലേ? നമ്മളങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞതാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, നമ്മുടെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുക. നിന്നിലൊരു ഇന്നർ വോയിസ് ഉണ്ട്, നിന്നിലൊരു ആന്തരിക ശബ്ദമുണ്ട്. ഏത് തളർച്ചയിൽ നിന്നും തകർച്ചയിൽ നിന്നും നിന്നെ പൊക്കിയെടുത്തോണ്ട് വരുന്ന ഒരാന്തരിക ശബ്ദം നിന്നിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ സംസാരിക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് വെരി ആക്റ്റീവ് ഇൻ യു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ പ്രവർത്തനക്ഷമമായി നിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. അത് റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ പിന്നീട് പോയി ധ്യാനിക്കുക. ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും വിരുദ്ധമാണ്. എന്നിട്ട് തൊട്ട് താഴെ പറയും, നിങ്ങളോ എടാ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരെ. അപ്പോൾ ഒരു വ്യക്തി ആത്മസ്വഭാവമുള്ളവനാക്കി മാറ്റുന്നത് എന്താണ്? ഒരു വ്യക്തിയെ ആത്മസ്വഭാവമുള്ളവനാക്കി മാറ്റുന്നത് അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്.
ഈ പരിശുദ്ധാത്മാവിനെ സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളത്തിലേക്ക് തന്നിരിക്കുകയാണ്. സ്ഥിരമായി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അതാ പ്രാർത്ഥന. സ്ഥിരമായി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ സജീവമാകണം. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അച്ചാരമായിട്ട്. അഡ്വാൻസ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ അസ് ആൻ അഡ്വാൻസ്. അതിനെ ഈ അച്ചാരം എന്ന് പറഞ്ഞു കണ്ടോ. ഞാൻ ഒന്നുകൂടി വചനം വായിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതി 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. അവിടെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായി അവിടുന്ന് നമ്മിൽ തന്നെ മുദ്ര പതിപ്പിക്കുകയും ഹി ഹാസ് സീൽഡ് us ആൻഡ് ഹി ഹാസ് ഗിവൺ ഹോളി സ്പിരിറ്റ് as an അഡ്വാൻസ്. അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഇന്ന് ഈ വചനം ഈ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ ഉറച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിൽ വഴി നടത്തുന്നത്, സത്യത്തിൽ വഴി നടത്തുന്ന പാവനാത്മാവെ എന്നെ അതീവമായ സത്യത്തിൽ നയിക്കണമേ എന്ന പ്രാർത്ഥന ഉറച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കട്ടെ. ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഇതാ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ. എത്ര വ്യക്തികളുടെ ജീവിതമാണ് മാറുന്നത് അല്ലേ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. 2023 നമുക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. ഈ ക്രിസ്മസ് സീസൺ അക്ഷരാർത്ഥത്തിൽ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ധ്യാനം മാത്രമല്ല, നമ്മിൽ അതിൻ്റെ പരിവർത്തനത്തിൻ്റെയും സമയമായി മാറട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് സാക്ഷ്യം കേട്ടിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. നമുക്ക് എല്ലാവർക്കും കൂടെ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ആത്മാവേ, ഇവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരണമേ. അസ്ഥി ഞരമ്പുകളിലേക്ക് ഓരോ നെർവിലേക്ക് അസ്ഥികളിലേക്ക് യേശുവിന്റെ ആത്മാവേ. ഇവനിൽ നിന്ന് ഒരു ഭയങ്കര ഉണ്ട് ഇവന്റെ ഉള്ളിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ആത്മാവേ, ഈ മകനിൽ സജീവമാകണമേ. ഇവന്റെ നെർവ്സിന്റെ എല്ലാ കംപ്ലൈന്റുകളും, എല്ലാ ന്യൂറോ ഡിസീസുകളും യേശുനാമത്തിൽ മോചനം കിട്ടട്ടെ. യേശുവിന്റെ ആത്മാവേ സജീവമാകണമേ. യേശുവിന്റെ ആത്മാവേ സജീവമാകണമേ. യേശുവിന്റെ ആത്മാവേ സജീവമാകണമേ. യേശുവിന്റെ ആത്മാവേ സജീവമാകണമേ. ശക്തി വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ശക്തി വന്നു കഴിഞ്ഞു. ഇങ്ങോട്ടൊന്ന് കയറിക്കേ. എന്നൊക്കെ പ്രയാസമുണ്ടോ അതെല്ലാം ചെയ്യണം കൂട്ടെ. ഈശോയുടെ സാക്ഷിയാക്കി നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു. നീ യൗവനത്തിലുണ്ടല്ലോ. യേശുവിന്റെ ആത്മാവേ സജീവമാകണമേ. ആ കാലിന് ബലം കൊടുത്തേ. പോകോ നീ പോകോ. അപ്പനെ വിടുന്നില്ലേ ഇപ്പൊ? ഒരുമിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, പ്രത്യേകിച്ച് ആഗമനകാലത്തിൻ്റെ ആ വലിയ ആഘോഷത്തിലേക്ക് ആഗോള സഭ പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഇതാ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനത്തിൽ ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ ഞങ്ങളെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. യേശുക്രിസ്തുവിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ വീണ്ടും പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, അച്ചാരമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ആഴമായി ഞങ്ങളോട് ഇടപെടണമേ. ചരിത്രം മാറ്റിമറിക്കണമേ. ഓരോ കണ്ണീരിനെയും തുടയ്ക്കണമേ. സങ്കടങ്ങളെ എടുത്തു മാറ്റണമേ. വലിയ അനുഗ്രഹത്തിലേക്ക് 2023 ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. എല്ലാവരെയും ആശീർവദിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന്
അമ്മയുടെ പ്രാർത്ഥനയോട് ചേർന്ന് യോസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥതയോട് ചേർന്ന് ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും പടരട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്.